ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. പേര് അസ്ലം. ഓ, മാനേജർ പറഞ്ഞിരുന്നു. ഏതോ തിരക്കഥയുടെ കാര്യം പറഞ്ഞ് വിളിച്ചാളല്ലേ? അതെ സർ. എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. സാറിൻ്റെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി കൂടെ എഴുതാൻ സർ. അല്ലെങ്കിലും ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ളത് എന്താണ്? താങ്കൾക്ക് അത് പറയും. താങ്ക് യു സർ. 10-15 വർഷം ഞാൻ ഗൾഫിലായിരുന്നു സർ. ഇപ്പോൾ ഒരു ഡോക്ടറുടെ കൂടെ ഡ്രൈവറായിട്ട് ജോലി നോക്കുകയാണ് സർ. കഴിഞ്ഞ മാസം നടന്ന ചില സംഭവങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി സർ. അതാണ് ഈ കഥ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. സർ. അസ്ലാം, ഒരു മിനിറ്റ്. സാറാണോ? അകത്തേക്ക് വരും. ഞാൻ ഡൽഹിയെ കാണാൻ വന്ന. അവള് പള്ളിയിൽ പോയതാ. ഇന്ന് വിൻസിന്റെ ഓർമ്മ ദിവസമാണല്ലോ. ഡെല്ല ഗർഭിണിയായിരിക്കുമ്പോഴാണ് മകൻ ആക്സിഡന്റ് മരിക്കുന്നത്. മോളുടെ മുഖം പോലും അവന് കാണാൻ സാധിച്ചിട്ടില്ല. ഏത് പള്ളിയിലാണ് പോയിരിക്കുന്നത്? ചേവാരി പള്ളിയിൽ. ഏതാ? സ്കൂളിന്റെ അടുത്തുള്ള പ്രസന്റേഷൻ? ആ, അത്. ശരി, ഞാൻ അവിടെ പോയി കണ്ടോളാം. സാറെന്താ ഇവിടെ? ഞാൻ ഡൽഹിയെ കാണാൻ വന്നതാ. സാറ് വീട്ടിൽ പോയിരുന്നല്ലേ? അതെ, എനിക്ക് ഡൽഹിയോടും മോളോടും ഒരുമിച്ചിരുന്നൊന്ന് സംസാരിക്കണം. മോള് വീട്ടിലുണ്ട് സാർ. അപ്പൊ എനിക്ക് വീട്ടിൽ പോവാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ സാർ. വരും.
ഗുഡ് മോർണിംഗ് സർ. Good morning, Della. Why are you late? സോറി സർ. Look at that clock. അതിൻ്റെ സൂചി നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരേ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ രണ്ടുപേരും അത് വ്യത്യസ്തമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഐ എക്സ്പെക്ട് പങ്ക്ച്വാലിറ്റി. ഓക്കെ? സോറി സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാധാകൃഷ്ണൻ. കൃത്യസമയത്ത് തീർക്കാവുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ജോലി ഏറ്റെടുത്താൽ മതി. സർ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം സർ. ആ ഉത്തരം തൃപ്തികരമല്ല. ഐ വിൽ ഡു ഇറ്റ്. അതാണ് എനിക്ക് വേണ്ടി മറുപടി. ശരി സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡെല്ല. ഇന്നലെ എവിടെയായിരുന്നു? വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സർ. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളാക്കി മാറ്റരുത്. എനിക്കത് ഇഷ്ടമല്ല. ശ്രദ്ധിക്കാം സർ. ഒരു കാര്യം ഓർക്കണം, ജോലി ഉണ്ടെങ്കിലേ വീട്ടിലെ കാര്യങ്ങൾ നടക്കൂ. ഓക്കെ? ഹലോ സർ. ഡയറക്ടർ ബോർഡിലേക്കുള്ള റിപ്പോർട്ട് എന്താണ് ഇന്നലെ അയക്കാതിരുന്നത്? സർ അത് ഞാൻ നിങ്ങളുടെ ഈ മാതിരിയുള്ള എക്സ്പ്ലനേഷൻസ് കണ്ട് ഞാൻ മടുത്തു. നിങ്ങളുടെ CV കണ്ട് ഇംപ്രസ്ഡ് ആയതുകൊണ്ടാണ് നിങ്ങളെ ജോലിക്ക് എടുത്തത്. സ്വയം രാജിവെച്ച് പിരിയാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ CV ക്ലീൻ ആയിരിക്കും. സർ ഐ ഹാവ് ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് സർ. യുവർ ബെസ്റ്റ് എൻ്റെ പ്രതീക്ഷകൾക്കൊപ്പമല്ല. യു ക്യാൻ ജസ്റ്റ് ലീവ് ദ ജോബ് ആൻഡ് ഗോ. ഓക്കെ? ഈ ഡോക്ടർ പൊതുവെ ആളെങ്ങനെയാണ്? എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി ബുദ്ധിമുട്ടാണ് സർ. ഈ ക്ലോക്കിലെ സൂചി പോലെ ജീവിതമായാൽ ബന്ധങ്ങൾ അറ്റുപോകും. അതിനുദാഹരണമായിരുന്നു ഈ ഡോക്ടറുടെ ജീവിതം. കൈ കാണിക്കോ? വെള്ളം ഒന്ന് മടക്കി നിർത്തിക്കേ. തരിപ്പൊന്നുമില്ലല്ലോ? തരിപ്പൊന്നുമില്ല സർ. ഓക്കെ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ OP യിൽ ഒന്ന് കാണിക്കാം. 10 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തേക്കു സിസ്റ്റർ. സാറേ കുറച്ച് ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടാനുള്ള വഴിയുണ്ടോ? ഏതൊരു ഡിസ്കൗണ്ട് ബില്ല് ഒന്നും എൻ്റെ ജോലിപ്പെട്ടായില്ല. ഓക്കെ? ആ സർ. ശരി. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ് മിഥുൻ. ആ പേപ്പർ പബ്ലിക്കേഷൻ്റെ കാര്യം എന്തായി? അത് അടുത്ത ആഴ്ചത്തേക്ക് ശരിയായില്ല സർ. മിഥുൻ, ജോലിയിൽ കുറച്ച് ശ്രദ്ധ വേണം, കൃത്യനിഷ്ഠ വേണം. ഒരു കാര്യം ചെയ്യാം, നാളെ 4 മണിയോടുകൂടി അത് മുഴുവൻ തീർത്തിട്ട് ഓഫീസിൽ വന്ന് എന്നെ കാണുക. ഓക്കെ? ഓക്കെ. May I come in, sir? യെസ്, Morning, sir. ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഈ മാസം ഇത് 3ാമത്തെ തവണയാണ് നിങ്ങളെ ഓരോ എക്സ്പ്ലനേഷൻസിന് വേണ്ടി ഞാൻ വിളിപ്പിക്കുന്നത്. സോറി സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് 2 ദിവസം ലീവ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഒരു ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ആയിരിക്കുമ്പോൾ കൃത്യനിഷ്ഠ വേണം, ജോലിയിൽ ആത്മാർത്ഥതയും വേണം. ഇതാ ആ കലണ്ടർ ഒന്ന് നോക്കിക്കേ. ഇന്നത്തെ ഡേറ്റ് 12. ഓക്കെ? ഇതാ ഒന്ന് സർക്കിൾ ചെയ്യുമോ? അത് അവിടെ ഒരു ഒപ്പിടൂ. യെസ്, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ഫ്രം ടുഡേ. Any more mistakes, you will be fired. Okay, you can leave now. I'm sorry, sir.
ഡോക്ടറുടെ വീട്ടിലാരൊക്കെയുണ്ട്? ഡോക്ടറിന് ഭാര്യയും ഒരു മോളും ഉണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല. ഞാൻ വരുമ്പോഴേക്കും ആ ബന്ധങ്ങളെല്ലാം ശിഥിലമായിരുന്നു. Because this year, immigration emerged as one of the biggest stories. Not just in the US, where Donald Trump has weaponized visas, but also in the UK, Canada, and Australia. These countries have been the biggest student destinations abroad, and this year they began shutting doors. They issued fewer visas, increased the scrutiny of applicants, and imposed stricter controls. ഇന്നലെ എന്താ ഇന്റർവ്യൂവിന് പോകാതിരുന്നത്? For rich and highly skilled ഡാഡിയെ പോലെ ഒരു ഡോക്ടർ ആവാൻ എനിക്ക് താല്പര്യമില്ല. the students began. ഹ്യൂമൻ റിസോഴ്സസ് ഓസ്ട്രേലിയയിൽ എനിക്കൊരു സ്കോളർഷിപ്പ് റെഡി ആയിട്ടുണ്ട്. അടുത്ത മാസം ഞാൻ അവിടെ ജോയിൻ ചെയ്യും. From India's Ministry of External Affairs, it was tabled during the winter session of Parliament, and this is what it shows. Currently, more than 1.8 million Indian students are studying overseas. This is across 153 countries. Out of these, 1.2 million are enrolled in അമ്മയുടെ അതേ university സ്വഭാവം education courses. ഉപദേശങ്ങൾ സ്വീകരിക്കാറില്ല. Now, this number is lower than last year. ഡാഡിയെ പോലെ എടുത്ത തീരുമാനങ്ങൾ ഞാനും മാറ്റം വരുത്താറില്ല. ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോവാണ്. ഇനി നമുക്ക് അവരുടേതായിട്ടുള്ള വഴി. പിന്നെ വിധി മറിച്ചാണെങ്കിൽ കാണാം. എന്റെ രീതികൾ മാറിയിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴവരൊക്കെ എവിടെയാണ്? മാഡം അവരുടെ തറവാട്ടിൽ തന്നെ ഉണ്ട് സർ. മോള് പുറത്തെവിടെയോ ആണ്, ഇങ്ങോട്ട് വരാറേയില്ല. ഓക്കെ, ബാക്കി പറയാം. ഡെല്ല റിസൈൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ പ്രോഗ്രാം നടന്നത്. അപ്പോൾ സാന്ദ്രയ്ക്ക് അറിയാമായിരുന്നു ഈ ഡോക്ടറാണ് അമ്മയെ പറഞ്ഞു വിട്ടതെന്ന്? ഡെല്ലയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവരുടെ വീട്ടിലെ സ്ഥിതിഗതികൾ കുറച്ചൊക്കെ എനിക്ക് അറിയായിരുന്നു. ഓക്കെ, ബാക്കി പറയാം. സർ, കാറിൻ്റെ കീ അവിടെ വെച്ചേക്കോ. സർ, നമ്മുടെ പഴയ സെക്രട്ടറി ഇല്ലേ ഡെല്ല, അവർക്ക് പുതിയ ജോലി കിട്ടി. അവർ ദുബായിലേക്ക് പോയി. എന്താ അതൊക്കെ ഇപ്പോൾ ഇവിടെ പറയാൻ കാര്യം? സാറിന് അറിയാലോ അവരുടെ വീട്ടിലെ സ്ഥിതിയൊക്കെ. അസ്ലാം, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരക്കാറില്ല കേട്ടോ. സർ, 8 വർഷം മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഒരു മോളാണുള്ളത്, സാറിന് അറിയാലോ. ആ കുട്ടിക്കാണെങ്കിൽ അവസ്മാരത്തിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ടേ. സ്വന്തം എന്ന് പറയാൻ അവർക്ക് അമ്മ മാത്രമാണുള്ളത്. അമ്മക്കാണെങ്കിൽ പ്രായത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇത് അസ്ലാം, ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, അറിയാവോ? സാറിന് എന്നോടൊന്നും തോന്നരുത് സാർ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. സാർ, അന്ന് അവരെ പിരിച്ചു വിട്ടതിന് ശേഷം സ്കൂളിൽ വെച്ച് ആ കുട്ടിക്ക് സാർ ഒരു സമ്മാനം കൊടുത്തില്ലേ? ആ കുട്ടിക്ക് നടന്നതെല്ലാം അറിയായിരുന്നു സാർ. എന്നിട്ടും അന്ന് അങ്ങയുടെ കാലിൽ തൊട്ട് വന്ദിച്ചത് അന്നത്തെ ആ ദിവസത്തെ സാറിൻ്റെ പദവിയോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു സാർ. അത് സാറ് മറക്കണ്ട. അസ്ലാമിന് പോവാം. ഓക്കെ സാർ. സാറേ, വല്ലതും തന്നെ സഹായിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? ഇവിടെ ഒന്നും ഇല്ല.
അന്ന് അങ്ങയുടെ കാലിൽ തൊട്ട് വന്ദിച്ചത് അന്നത്തെ ആ ദിവസത്തെ സാറിൻ്റെ പദവിയോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു സാർ. Yes, your countdown starts from today. ആ കുട്ടിക്ക് നടന്നതെല്ലാം അറിയായിരുന്നു സാർ. എന്നിട്ടും അന്ന് അങ്ങയുടെ കാലിൽ തൊട്ട് വന്ദിച്ചത് അന്നത്തെ ആ ദിവസത്തെ സാറിൻ്റെ പദവിയോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു സാർ. അത് സാറ് മറക്കണ്ട. ജീവിതത്തിൽ എല്ലാം തികഞ്ഞൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ. എങ്കിലും എൻ്റെ മകളുടെ മാതൃകയായി ഇന്നിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹായ് സാർ. Please take a seat. Thank you. Why the sudden decision? I need a break. You can take a month off, sir. ചുരുക്കി പറഞ്ഞാൽ I don't think I am eligible to sit in that chair anymore. I know you've been strict, but I have not heard any complaints. എൻ്റെ പല ശരികളും തെറ്റുകളായിരുന്നു. So, please let me go. Okay, sir. അപ്പോൾ വേണമെങ്കിലും സാറിന് റീജോയിൻ ചെയ്യാം. Thank you very much. Thank you, sir. പിറ്റേന്ന് തന്നെ അദ്ദേഹം എവിടേക്കോ പോയി. ഇടയ്ക്ക് എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. വീടൊക്കെ ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടിരുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് ഡോക്ടർ തിരിച്ചെത്തിയത്. സാർ ഇരിക്കും, ഞാൻ മോളെ വിളിച്ചിട്ടോ. Okay. ഈ വർഷത്തെ ലഘു ഉപന്യാസ മത്സരത്തിന്റെ വിജയെ പ്രഖ്യാപിക്കുവാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മീര മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Very good morning to the parents, teachers and my dear students. ഈ വർഷത്തെ ലഘു ഉപന്യാസ മത്സരത്തിൻ്റെ വിജയം ആരായിരിക്കും? അതിൻ്റെ വിഷയം നിങ്ങൾക്ക് ആരായി തീരണം, എന്തുകൊണ്ട്, അതിൻ്റെ പ്രചോദനം എന്ത് എന്നുള്ളതാണ്. ഇതിൻ്റെ വിജയം എഴുതിയ ഉത്തരം വളരെ ചിന്തിപ്പിക്കുന്നതും മനോഹരവും ഹൃദയസ്പർശവുമാണ്. The greatness of a person does not depend on his cadre or qualification. Only people who have qualities like forgiveness, empathy, and resilience are great. My mother has got all these qualities and she is my role model. വിജയിയായ സാൻഡ്ര വിൻസെന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം സമ്മാനം നൽകുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ജോർജിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Sandra Vincent.
മോക്ക് പ്രചോദനമായ അമ്മയെ ഒന്ന് വിളിക്കാമോ? ഡെല്ല, സദസ്സിന് എന്തെങ്കിലും സന്ദേശം നൽകുവാനുണ്ടോ? എൻ്റെ പേര് ഡെല്ല എന്നാണ്. ദൈവത്താൽ എനിക്ക് വേണ്ടി എഴുതപ്പെട്ടൊരു ദിവസമാണ് ഇന്നും തോന്നുന്നു. ജീവിതത്തിൽ എല്ലാം തികഞ്ഞൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ. എങ്കിലും എൻ്റെ മകളുടെ മാതൃകയായി ഇന്നിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിവിടെ നിൽക്കുമ്പം ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. താങ്ക് യു. മോളെ കാണാനാ സാർ വന്നത്. മോളിവിടെ ഇരിക്കൂ. ഇതല്ല, ഐ ഓ യു എൻ അപ്പോളജി. എന്നോട് ക്ഷമിക്കുക. തെറ്റു ശരിയൊന്നും വിധിക്കാൻ ഞാൻ ആളല്ല സാർ. സാർ അത് മറന്നേക്കും. ഞാൻ മോളോടൊരു കാര്യം ചോദിക്കാനാണ് ഇന്നിവിടെ വന്നത്. ഞാൻ അന്ന് മോക്ക് സ്കൂളിൽ പ്രൈസ് തന്നത് ഓർമ്മയില്ലേ? ഞാനാണ് മോടെ അമ്മയെ പിരിച്ചുവിട്ടതെന്ന് മോക്ക് അറിയാമായിരുന്നോ? പിന്നെ എന്തിനാണ് മോൾ അന്ന് എൻ്റെ കാല് തൊട്ട് വന്നിച്ചത്? ഓരോ പദവികൾക്കും അർഹിക്കുന്ന ബഹുമാനം കൊടുക്കണമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. സോറി, എന്നോട് ക്ഷമിക്കാം. സർ, പോയ കാര്യം എന്തായി സർ? ചില തെറ്റുകൾക്ക് ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. അങ്കിൾ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. വൈകുന്നേരം പാർട്ടിക്ക് വരില്ലേ? എന്നിട്ട് ഡോക്ടർ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരുന്നോ? ഇല്ല സർ, പിറ്റേ ദിവസം തന്നെ അദ്ദേഹം എങ്ങോട്ടോ പോയി. എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ആ സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 മാസം കഴിയുന്നു സർ. കഥ ഇനിയും പൂർണ്ണമായിട്ടില്ലല്ലോ അസ്ലം. പൂർത്തിയായതിനു ശേഷം നമുക്കൊന്നുകൂടി ഇരിക്കാം. ശരി സർ, താങ്ക് യു. ഓക്കെ. തിരക്കേറിയ യാന്ത്രികമായ ജീവിതയാത്രയിൽ മാനുഷിക മൂല്യങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. മാതാപിതാക്കളിലും ഗുരുക്കന്മാരിൽ നിന്നും മാത്രമായിരിക്കില്ല നമ്മൾ ഗുണപാഠങ്ങൾ പഠിക്കുക.
ആ ഗുഡ് മോർണിംഗ് സാൻഡ്ര. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇന്നലെ സ്കൂളിൽ ഷോർട്ടേജ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ടോപ്പിക്ക്? The teacher in your life. അത് 2 വിധത്തിൽ എഴുതാം. ഒന്ന്, മോളുടെ ഒരു നല്ല സ്കൂൾ ടീച്ചറെ കുറിച്ച് എഴുതാം. 2, ജീവിതത്തിലെ ഏതെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ മാർഗം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ വേണമെങ്കിലും എഴുതാം. ആട്ടെ, മോളെന്താ എഴുതിയത്? രണ്ടാമത്തെ കാര്യമാണ് എഴുതിയത്. ഓഹോ, എന്താ മോൾ അത് എഴുതിയത്?